നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ സ്കിൻ പ്രെപ്പ് ഒക്കെ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ഷുഗറിൻ്റെ ബേസ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമർ അപ്ലൈ ചെയ്യാം. ഇത് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്മൂത്ത് ക്യാൻവാസ് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. എപ്പോഴും നമ്മൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലുക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൈമർ ഫസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡാർക്ക് സർക്കിൾസും അൺഈവൻ സ്കിൻ ടോൺസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ടാണ് ചെറിയൊരു കളർ കറക്ഷൻ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളർ കറക്റ്ററും അതിൻ്റെ കൂടെ എൻ്റെ സ്കിൻ ടോണിനോട് മാച്ച് ആയിട്ടുള്ള ഒരു കൺസീലർ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഷുഗറിൻ്റെ റേഞ്ച് ഫോർ കവറേജ് 24 hours ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ നല്ലൊരു സ്കിൻ ലൈക്ക് ഫിനിഷാണ് തരുന്നത് കേട്ടോ. നല്ല കവറേജ് ഉണ്ട്, അതേസമയം തന്നെ നമുക്ക് സ്കിന്നിനോട് ബ്ലെൻഡ് ചെയ്യാൻ ഒട്ടും പ്രയാസമില്ലാത്ത രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടുന്ന രീതിയിലുള്ളൊരു ഫൗണ്ടേഷനാണ്. എനിക്ക് പൊതുവേ അങ്ങനത്തെ ഒരു ഫിനിഷാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആൻഡ് ഈ ഒരു ഷെയ്ഡ് എൻ്റെ സ്കിൻ ടോണിനോട് നല്ല മാച്ചായിട്ടും ക്ലോസ് ആയിട്ടും നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടർ ഐ ഏരിയയിലും കണ്ണിൻ്റെ മേൽഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് നമ്മളുടെ നെക്ക് ഏരിയ. എസ്പെഷ്യലി സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ നെക്ക് നന്നായിട്ട് എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നെക്ക് ഏരിയയിലും തീർച്ചയായിട്ടും നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അടുത്തായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം അതിന് കൂടെ തന്നെ വരുന്ന പഫ് ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ നോർമലി ഫുൾ ഫേസ് സെറ്റ് ചെയ്യാറില്ല. എനിക്ക് ക്രീസ് ആവുമെന്ന് തോന്നുന്ന ഏരിയാസ് മാത്രമാണ് ഞാൻ നോർമലി സെറ്റ് ചെയ്യാറ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്യുന്നത്. എൻ്റെ സ്മൈൽ ലൈൻ ഏരിയ, അതേപോലെ തന്നെ ക്രീസ് ആവുന്ന അണ്ടർ ഐ ഏരിയ, ഈ ഏരിയയിൽ മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എക്സസ് ആയിട്ടുള്ള പൗഡർ ഉണ്ടെങ്കിൽ ഡസ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഐ മേക്കപ്പിലേക്ക് അടക്കാം. ബ്ലെൻഡ് റൂൾസ് എന്ന് പറയുന്നില്ല eyeshadow പാലറ്റ് 01 എന്നുള്ള പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ. അതിന് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഐലിഡിൻ്റെ ഫുൾ ഏരിയയിൽ ആ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഷെയ്ഡ്, ഇതൊരു ഡാർക്കർ ഓറഞ്ച് ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ആ ഷെയ്ഡ് ഔട്ടർ കോർണർ ഏരിയയിൽ മാത്രമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ആൻഡ് അതിലൊരു ചെറിയൊരു ട്വിസ്റ്റും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കാണിക്കും. അടുത്തതായിട്ട് ഷുഗറിൻ്റെ തന്നെ കോൾ ഓഫ് ഓണർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാജൽ പെൻസിൽ വെച്ചിട്ട് ഈ രീതിയിൽ ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ നോർമലി ഐലൈനർ എങ്ങനെയാണോ വരയ്ക്കുന്നത് ആ ഒരു രീതിയിൽ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാജൽ വളരെ സ്മൂത്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു സ്മോക്കി ആയിക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ആൻഡ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ടും സെറ്റായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മഡ്ജ് ആവും, അങ്ങനത്തെ രീതിയിലുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ ഞാൻ ഈ രീതിയിൽ റഫായിട്ട് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ കാജൽ. നിങ്ങൾക്ക് വിങ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വിങ് ഒഴിവാക്കിയതിന് ശേഷവും ചെയ്യാം കേട്ടോ. ശേഷം ഈ ഒരു ഷാമ്പെയിൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി അപ്ലൈ ചെയ്തപ്പം. അത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷിമ്മർ ഷെയ്ഡാണ്. ലിറ്ററലി അത് ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടും ഹൈഡായി പോയി എന്നുള്ളതാണ് ഫാക്ട്. ഞാൻ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാജൽ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് കാണുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അത്രയും പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ കാജൽ കംപ്ലീറ്റ് ആയിട്ടും ഹൈഡായി പോയിട്ടുണ്ട്. ബട്ട് കളർ ആ ഒരു പേ ഓഫ് എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടി മേർജ് ആയിട്ട് ഒരു ഓംബ്രെ എഫക്റ്റ് പോലത്തെ ഒരു ഫീലാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കണ്ണിന് കുറച്ച് വലുപ്പമുള്ളതായിട്ടും കാണാം കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി കാജൽ പെൻസിൽ അതിൻ്റെ മേലെ കൂടി ആയിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നോർമൽ റെഗുലറായിട്ട് ചെയ്യുന്ന ഐ മേക്കപ്പിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ്. നമ്മൾ ഐലൈനർ യൂസ് ചെയ്തിട്ടില്ല, ഐ മേക്കപ്പ് നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. കൂടെ യൂസ് ചെയ്തിരിക്കുന്നത് കാജൽ പെൻസിലാണ്. ലാഷസ് കേൾ ചെയ്തതിന് ശേഷം ഷുഗറിൻ്റെ തന്നെ ലാഷ് ഓഫ് ദ ടൈറ്റാൻസ് വോളിമൈസിങ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഈ മസ്കാരേൻ്റെ പെർഫോമൻസ് അമേസിങ് പെർഫോമൻസ് ആണ്. ജസ്റ്റ് ഒറ്റ കോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ലിറ്ററലി ഒരു ഫേക്ക് ലാഷ് വെച്ചിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ ഈ ഒരു 1 കോട്ടിൽ തന്നെ കിട്ടുന്നത്. പിന്നെ 2 കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ വേണ്ടല്ലോ. ഞാൻ ആക്ച്വലി ഫേക്ക് ലാഷസ് വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫേക്ക് ലാഷ് യൂസ് ചെയ്തില്ല. കണ്ടില്ല, ഇത് ജസ്റ്റ് 1 കോട്ടാണ് കേട്ടോ.
ഒരൊറ്റ കോട്ടിൽ തന്നെ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ സെപ്പറേറ്റ് ആവുന്നതുകൊണ്ട് വോളിയൂം കിട്ടുന്നുണ്ട്, ലെങ്ത്തും ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ടില്ലേ, ഒരു അടിപൊളി എഫക്റ്റ് തരുന്ന രീതിയിലുള്ള മസ്കാരയാണ് കേട്ടോ. ഈ ഒരു മസ്കാര മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐസിനൊരു പ്രത്യേക ലുക്കായിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ ഇവിടെ 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലോവർ ലാഷസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ലാഷസ് അങ്ങോട്ട് സെപ്പറേറ്റ് ആയി കിട്ടുന്നത് കാണുന്നില്ലേ. ഓക്കെ, നന്നായിട്ട് മസ്കാര കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഐബ്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ആർച്ച് അറൈവൽ മൈക്രോ ബ്രോ പെൻസിലാണിത്. ഇതിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ടിപ്പാണ്. കണ്ടില്ല, നോർമൽ ഐബ്രോസിൻ്റെ ടിപ്പ് പോലെയല്ല, വളരെ ഫൈൻ തിന്നായിട്ടുള്ള ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ട്രോക്സ് ഇല്ലേ, നമുക്കിപ്പോൾ നമ്മളെ പുരിയും പോലെ തന്നെ വരച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സ്ട്രോക്സ് കൊടുക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ നോർമൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ആ രീതിയിലുള്ള സ്ട്രോക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. പക്ഷേ ഇത് വെച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രോക്ക് നമ്മൾ ഐബ്രോസ് പോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള സ്ട്രോക്സ് വരച്ചു കൊടുക്കാനാണ് നോക്കിയത്. അത് നല്ല ഭംഗിയിൽ നാച്ചുറൽ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 2 ഐബ്രോസും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പേയും ഫില്ല് ചെയ്തതിന് ശേഷവും ഇതേ രീതിയിൽ ഒന്ന് സ്പൂലി വെച്ച് കോംബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ 2 ഐബ്രോസും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും. നല്ല നാച്ചുറൽ ലുക്കിംഗ് ഐബ്രോസ് ആണ് ഈ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഐബ്രോ പെൻസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഞാൻ ഐബ്രോസിൻ്റെ ബ്രോബോൺ ഏരിയേൻ്റെ മേലെയും ഈ നമ്മളുടെ ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്ന ഗോൾഡൻ ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ഈ ഒരു പാലറ്റിൽ നിന്നും കോണ്ടോർ ആൻഡ് ബ്ലഷ് ഹൈലൈറ്റിംഗ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് കോണ്ടോറും ബ്ലഷും ഹൈലൈറ്ററും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ബ്ലഷാണ്. ഇതിൻ്റെ ഹൈലൈറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് കൈൻഡ് ഓഫ് ഒരു ഹൈലൈറ്ററാണ്. നമുക്കൊട്ടും എടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ തരുന്ന രീതിയിലുള്ള ഹൈലൈറ്റർ അല്ല, ഭയങ്കര ഒരു സട്ടിൽ ആയിട്ടുള്ള ഹൈലൈറ്ററാണ്. കണ്ടില്ലേ. ആൻഡ് സെയിം ടൈം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ബിൽഡബിൾ ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മളുടെ ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കാം. ഞാൻ 29 പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ദിവസം ചെയ്ത ന്യൂഡ് ഷെയ്ഡ്സിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിനിഷ്ഡ് ലുക്ക്.